വയനാട് വടക്കനാട് മയക്കുവെടിവെച്ച കാട്ടാന മുട്ടിക്കൊമ്പനെ മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ എത്തിച്ചു. മുട്ടിക്കൊമ്പനായി പ്രത്യേക ആനക്കൂടും സജ്ജീകരിച്ചു. മുട്ടിക്കൊമ്പന്റെ തുമ്പിക്കൈയിൽ മുറിവുണ്ട്. ആനയ്ക്ക് ചികിത്സ വേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. കാളിദാസൻ ദേവദത്തം വിവരങ്ങളുമായി. കാളിദാസൻ, ഇപ്പോൾ ആനയെ അങ്ങനെ തുറന്നു വിട്ടാൽ അത് കൂടുതൽ സങ്കീർണമാകും, പരുക്കൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ എങ്ങനെയാകും അതിന് തുടർ ചികിത്സ ഉൾപ്പെടെ ഇപ്പോൾ തീരുമാനങ്ങൾ എങ്ങനെയാണ്? മുട്ടിക്കൊമ്പന്റെ തുടർ ചികിത്സ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പും വെറ്റിനറി സംഘവും. നമുക്കറിയാം, കഴിഞ്ഞ കാളിദാസന്റെ ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്. അല്പസമയത്തിനകം കാളിദാസൻ ദേവദത്തനിലേക്ക് തിരികെ എത്താം. നമുക്ക് അല്പം മുൻപാണ് മുട്ടിക്കൊമ്പനെ മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് എത്തിച്ചത്. അവിടെ ആനയെ പിടികൂടി കൊണ്ടുപോകുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ആശങ്കയുണ്ടായി. ആ വാഹനം കടന്നു പോകുന്നതിൽ ചില തടസ്സങ്ങളുണ്ടായി. അതെല്ലാം പരിഹരിച്ചാണ് എത്തിയത്. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു സങ്കടകരമായ കാര്യം, മുട്ടിക്കൊമ്പന്റെ തുമ്പിക്കൈയിൽ ഒരു മുറിവുണ്ട് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ചികിത്സ നൽകേണ്ടി വരും. കാളിദാസൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. കാളിദാസൻ പറയും. അനുജാസ്മിത, അതുതന്നെയാണ്. ഈ കഴിഞ്ഞ 12 ദിവസമായി ഈ മുട്ടിക്കൊമ്പൻ എന്ന പ്രാദേശികമായി മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന താത്തൂർ ടസ്കർ വൺ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യമായിരുന്നു. ഇന്നാണ് ആ ദൗത്യം പൂർത്തിയായത്. ഇപ്പോൾ ആനപ്പന്തിയിൽ, മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച കൂടുമുണ്ട് മുട്ടിക്കൊമ്പൻ എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഈ കാട്ടാനയായ ഈ മുട്ടിക്കൊമ്പന് താത്തൂർ ടസ്കർ വണ്ണ് തുമ്പിക്കൈയിൽ ഒരു പരിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തുടർ ചികിത്സ അടക്കമുള്ള നടപടികളിലേക്കൊക്കെ വനംവകുപ്പും വെറ്റിനറി സംഘവും ഒക്കെ കടക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഇതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത്, ഈ മുട്ടിക്കൊമ്പനെ പിടികൂടിയാലും അവിടെ നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് തുറന്നു വിടണം, ആ കാട്ടാനയെ ഒരു മൃഗം എന്നുള്ള നിലയ്ക്ക് സ്വതന്ത്രമായി അഴിച്ചുവിടണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജിയായി മൃഗസ്നേഹികളൊക്കെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വനംവകുപ്പിനും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം വരുന്നുണ്ട്. എന്നാൽ വനംവകുപ്പ് നോക്കുമ്പോൾ ഈ തുമ്പിക്കൈയിൽ പരിക്കുള്ളത് കൊണ്ട് തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച് ഉടൻ തന്നെ തുറന്നു വിട്ടാൽ ആ പരിക്ക് കൂടുതൽ സങ്കീർണമാകും, കാട്ടാനയുടെ ജീവന് തന്നെ വലിയ ആപത്താകും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു സത്യവാങ്മൂലം വനംവകുപ്പ് കോടതിയിൽ നൽകുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ തുടർ ചികിത്സയ്ക്കായി ആനപ്പന്തിയിൽ തന്നെ ഈ താത്തൂർ ടസ്കർ വണ്ണിനെ, മുട്ടിക്കൊമ്പനെ നിലനിർത്തും. കൂടുതൽ ചികിത്സ നൽകിയ ശേഷമായിരിക്കും റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നുവിടുന്ന നീക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്കോ ഒക്കെ തന്നെ വനംവകുപ്പ് കടക്കുക. അതാണ് മുട്ടിക്കൊമ്പനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നതാണ്. കാരണം തുമ്പിക്കൈയിൽ ഒരു മുറിവുണ്ട്. പ്രത്യേക ആനക്കൂട് സജ്ജീകരിച്ച് കഴിഞ്ഞു. കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.